അപ്പോൾ ഗൈസ് ഇന്ന് ന്യൂ ഇയർ ആയിട്ടുണ്ടല്ലോ, അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നുള്ളതാണ്. എവിടെയെന്നറിയോ? എക്സ്പോ ലേക്ക്. ബീബി ഹിന്ദ ഹബീബി എക്സ്പോ ലേക്കിലാണ് ഹബീബി. ഇപ്പം എന്തായാലും എക്സ്പോ ലേക്കിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇന്ന് ന്യൂ ഇയർ ക്യാമ്പിങ്ങിനായിട്ട് വന്നുള്ളതാണ് നമ്മൾ. അടുക്കണ്ട ക്യാമ്പിങ്ങിനൊക്കെ സെറ്റ് സ്ഥലമാണ് ഇവിടെ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പൊളി വൈബ് എന്ന് പറഞ്ഞാൽ പൊളി വൈബാണ് ഇവിടെ. ഇപ്പോൾ ഗൈസ് ഒരു സുലൈമാനി ഉണ്ടല്ലോ, സുലൈമാനിയൊക്കെ എന്നെ അടിച്ചിട്ടുണ്ടല്ലോ വന്നിരിക്കാൻ. നല്ല വൈബ് പറഞ്ഞാൽ നല്ല വൈബാണ്. യു എയിൽ ഇതുപോലുള്ള ഒരു ക്യാമ്പിംഗ് സൈറ്റ് ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. അത്രയും നല്ല വൈബ്, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇവിടെ വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഗൈസ് എന്താ വെച്ചെങ്കിൽ ഇവിടേക്ക് അധികം ഇവിടെ കണ്ടുള്ളത് ഫാമിലികൾ തന്നെയാണ് കേട്ടോ. ബാച്ചിലേഴ്സൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മളെന്താ വെച്ചാൽ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ എപ്പോഴും കുറച്ച് എന്താ പറയുക ഫ്യൂവലൊക്കെ കൂടുതൽ നമ്മൾ വണ്ടിയിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഡെസേർട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഏകദേശം 10 കിലോമീറ്ററിൻ്റെ മുകളിൽ ഓടാണ്ട് എന്നാണ് എൻ്റെ അറിവ്. 10 കിലോമീറ്റർ ഏകദേശം ഉണ്ട് കഷ്ടി. പിന്നെ ഇവിടെ കുറേ ബൈക്ക് റൈഡേഴ്സ് അതുപോലെ തന്നെ ഈ ഒരു വാഹനങ്ങളുടെ ക്ലബ്ബൊക്കെ ഉണ്ടല്ലോ, ദുബായ് ബേസ് ചെയ്തിട്ടുള്ള, കാണുന്നില്ല കണ്ടോ. ഇപ്പം അങ്ങോട്ടേക്ക് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. കുറേ ക്ലബ്ബും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു. വണ്ടികളുടെ റൈഡിങ് ക്ലബ്ബ് ഉണ്ട്, റൈഡേഴ്സ് ക്ലബ്ബ് കാണാനൊക്കെ. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹലോ, അപ്പോൾ ഗൈസ് ഇവിടെ നല്ല അടിപൊളി ഏരിയ എന്ന് പറയുന്നത്. ഇന്നലെ ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു, ശരിക്കും ഒരുപാട് ലേറ്റ് ആയിട്ട്. കാര്യം ക്യാമ്പിങ്ങിൻ്റെ ആ ഒരു സെറ്റപ്പിന് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ബേഡ്സ് അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ട് അതിൽ. ബേഡ്സ്, ഇതാണ് ശരിക്കും ലേക്കിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല സൂപ്പർ ഒരു എന്താ പറയുക ക്ലൈമറ്റും കാണാനൊക്കെയാണ് ഇപ്പോൾ കാണാനല്ലേ. നല്ല സൂപ്പർ ഒരു എന്താ പറയുക പച്ചപ്പൊക്കെ പിടിച്ചുള്ള ഒരു ഏരിയയാണ് ഇവിടെ ഈ ഭാഗം. രാത്രി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല.